നമസ്കാരം. ഇന്നലെ ഡിസംബർ 24 വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. പത്രസമ്മേളനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ വൻ പരാജയത്തിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ആദ്യത്തെ പത്രസമ്മേളനമായിരുന്നു ഇന്നലെ വൈകുന്നേരം നടന്നത്. ആ പത്രസമ്മേളനത്തിൽ കുറേയധികം കാര്യങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായിട്ടും അതുവഴി ജനങ്ങളുമായിട്ടും പങ്കുവച്ചു. അതിൽ ചില പ്രധാന കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യുകയാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം ഇന്നത്തെ. അതിൽ ആദ്യത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ ആ ഒരു ഓർഡറിലല്ല നമ്മളത് വിശകലനം ചെയ്യുന്നത്. കാരണം അത് ഇപ്പോൾ തന്നെ തത്വമയി ന്യൂസിൽ പല വിശകലനങ്ങളും അത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഇത് ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് അതിനെ വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം. അപ്പോൾ ആദ്യത്തേതായിട്ട് നോക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളാണ് വളരെ കൗതുകകരമായിട്ട് തോന്നി. ഇത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല, മറ്റ് പല കോണുകളിൽ നിന്നും ഉയരുന്ന അഭിപ്രായങ്ങൾ കൂടിയാണ്. സാമൂഹ്യ മാധ്യമങ്ങൾ കമൻറ്റുകളായിട്ടാണെങ്കിലും മുതിർന്ന പത്രപ്രവർത്തകരുടെ അഭിപ്രായങ്ങളാണെങ്കിലും സാധാരണ ജനങ്ങളിൽ പലരുടെയും അഭിപ്രായങ്ങളാണെങ്കിലും അത് എല്ലാം ഒരു ക്രോഡീകരിച്ച് പറയുന്നു എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാന പോയിൻ്റ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്, അതിൻ്റെ അന്വേഷണം എങ്ങനെ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതൊന്നുമല്ല അദ്ദേഹം പ്രധാനമായി മാധ്യമപ്രവർത്തകരുമായി പങ്കുവച്ചത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുടെയും അതിലൂടെ ജനങ്ങളുടെയും കേരളത്തിലെ ജനങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കുവാൻ ശ്രമിച്ചത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനും കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. സോണിയാഗാന്ധിയുമായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും എങ്ങനെ കിട്ടി അപ്പോയിൻമെൻറ്റ്? അവരെങ്ങനെ സോണിയാഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി? കെ കരുണാകരൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് പോലും സോണിയാഗാന്ധി ഒന്ന് കാണണമെങ്കിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പ്രവർത്തകർക്ക് മുന്നിൽ നിരത്തിയത്. ഇത് സത്യമാണ്. കോൺഗ്രസ് നേതാവായ ശ്രീമതി സോണിയാഗാന്ധിയെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരി ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനും കണ്ടിട്ടുണ്ട്, അവരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ഇതിലൊരു കൗതുകകരമായ വസ്തുതയായിട്ട് ഉയർത്തിക്കാട്ടപ്പെടുന്നത്, ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീ പിണറായി വിജയനുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധി ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. ഉണ്ടെങ്കിൽ അന്വേഷണം അവരിലേക്ക് നീളുന്നില്ല. എന്തുകൊണ്ട് നീളുന്നില്ല എന്നുള്ളത് ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ തന്നെ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്, അന്വേഷിച്ച് നമ്മളോട് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ള അഭിപ്രായങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. തന്നെയുമല്ല, ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീ പിണറായി വിജയനുമായിട്ടും കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയും വിഷ്വൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ചകൾ എങ്ങനെ നടന്നു എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? അതോ പിണറായി വിജയൻ ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല അവരും ഇതിൽ പങ്കാളികളാണ് എന്നുള്ളൊരു കാര്യമാണോ അദ്ദേഹം പറയാതെ പറയുവാൻ ശ്രമിക്കുന്നത് എന്നാണ് പല കോണുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഈ വാദത്തെ സംബന്ധിച്ച് ചോദ്യങ്ങളായി ഉയരുന്നത്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലേക്ക് വരുമ്പോൾ അദ്ദേഹം പരാമർശിക്കാതെ പോയ ചില കാര്യങ്ങൾ, എടുത്തു പറയേണ്ടതായിരുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു പുതിയ ഡി മണി ഇപ്പോൾ പറയുന്നു. ഇന്നലെ രാവിലെ മുതലാണ് ഈ ഡി മണി എന്ന കഥാപാത്രം ഈ അന്വേഷണ പരിധിയിലേക്ക്, അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. ഈ ഡി മണിയുടെ പേര് നമ്മുടെ DG സാർ ഉൾപ്പെടെയുള്ളവർ തമാശയായിട്ട് ദാവൂദ് മണിയാണോ അതോ ഡൊണാൾഡ് ട്രംപ് മണിയാണോ എന്നൊക്കെ തമാശ രൂപേണ പറഞ്ഞിരുന്നു. കാരണം അതൊരു ഡി മണി എന്നുള്ളതിൻ്റെ ഒരു കഥാപാത്രത്തിൻ്റെ ചുറ്റും ഒരു വല്ലാത്ത ദുരൂഹത SIT തന്നെ സൃഷ്ടിച്ചിരുന്നു. SIT അല്ലെങ്കിൽ SIT പുറത്തുവിട്ട വിവരങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇപ്പോൾ പറയുന്നത് ഈ ഡി മണിയുടെ ആ ഡി എന്ന് പറയുന്നത് ഡയമണ്ട് മണി എന്നാണ്. ഈ പറയുന്ന വ്യക്തി ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അവിടുന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ്
സംശയിക്കപ്പെടുന്നത്. ഇനി ഡി മണിയെ കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്ത് അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഈ ഡി മണിയെക്കുറിച്ചോ ഇത്തരമൊരു ആളുടെ കടന്നുവരവിനെക്കുറിച്ചോ ഒന്നും പ്രത്യേകമായി പിണറായി വിജയൻ പരാമർശിച്ച് കണ്ടില്ല. തന്നെയുമല്ല, ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഈ ബെല്ലാരി ഗോവർദ്ധൻ തുടങ്ങിയവരല്ലാതെ ബാക്കി അറസ്റ്റിലായവരെല്ലാം, പത്മകുമാർ ആവട്ടെ വാസു ആകട്ടെ, ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകരാണ്. സജീവ പ്രവർത്തകരെന്ന് മാത്രമല്ല, ഉന്നതരായ നേതാക്കൾ കൂടിയാണ്. അതിനെക്കുറിച്ചും അദ്ദേഹം ഒന്നും പരാമർശിച്ച് കണ്ടിട്ടില്ല. ഈ സോണിയാഗാന്ധിയുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കൂടിക്കാഴ്ച നടത്തിയത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടാണ് എങ്കിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ അന്വേഷണമെങ്കിലും നടത്തി അതിൻ്റെ സംബന്ധിച്ച വസ്തുതകൾ ജനങ്ങൾക്ക് മുമ്പിലേക്ക് വയ്ക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പിണറായി വിജയന് സാധിക്കും. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയും കൂടാതെ ആഭ്യന്തരമന്ത്രിയും കൂടിയാണ്. വിജിലൻസ് ഉൾപ്പെടെയുള്ള സകല സംവിധാനങ്ങളെയും ആത്യന്തികമായി നിയന്ത്രിക്കുന്നത് അതിൻ്റെ മേല അധികാരി എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്നെയാണ്. ഏറ്റവും തലപ്പത്തിരിക്കുന്ന അദ്ദേഹമാണ് എന്ന് ചുരുക്കം. എൻ്റെ അഭിപ്രായം മാത്രമല്ല, മറ്റു പലരും ഈ ഒരു അഭിപ്രായമാണ് ഉയർത്തുന്നത്. അത് സംബന്ധിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞു കണ്ടില്ല. എന്താണാവോ എന്നാണ് പലരും ചോദിക്കുന്നത്. നമസ്കാരം.